അജിത് കുമാറിൻ്റെ സസ്പെൻഷന് പിന്നിൽ ശക്തമായി പ്രവർത്തിച്ചത് നമ്മുടെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ്. അത് അദ്ദേഹത്തിന് ഒരു മധുരമായ പകവീട്ടൽ കൂടിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം. ഈ അജിത് കുമാറിനോട് പകരം വീട്ടാൽ എത്ര ആളവിടെ കാത്തു വയ്ക്കുന്നതെന്ന് ആലോചിച്ചു. ഒരുത്തൻ ഇങ്ങനെ ഒരു പൊതുശത്രുവായി മാറുക എന്നാണ് അപൂർവ ബഹുമതിയാണ് കേട്ടോ. എന്തായാലും അതായത് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ വിശ്വനാഥ് സിൻഹയാണ് ആഭ്യന്തര സെക്രട്ടറി. അപ്പോൾ അന്ന് പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ആഭ്യന്തര സെക്രട്ടറി എന്നുള്ള നിലയിൽ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത്തിന് വിശ്വനാഥ് സിൻഹ പല കത്തിടപാടുകൾ നടത്താറുണ്ട്, വിശദീകരണം തേടാറുണ്ട്. അപ്പോഴൊക്കെ അജിത്ത് പറയും, ഇയാൾ പോയി ഇയാളെ പണി നോക്ക്, ഞാൻ CM-നോട് സംസാരിച്ചു. പിണറായി അങ്കിളുമായിട്ട് മാത്രമേ ഞങ്ങൾ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അതെ, അവിടെ ഇരുന്നോളാനാണ് പറഞ്ഞത്. പ്രോട്ടോകോൾ വെച്ച് നോക്കുമ്പോൾ DGP-കളും വലുതാണെന്ന് തോന്നുന്നു ഹോം സെക്രട്ടറി. അപ്പോൾ എന്താണെങ്കിലും ശരി, അന്നത്തെ ആ ഒരു കലിപ്പ്, ഇപ്പം അദ്ദേഹം ഹോം സെക്രട്ടറി അല്ല, സാക്ഷാൽ ചീഫ് സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷൻ ഓർഡർ പുറപ്പെടുവിച്ചത് ഇത്തവണ ചീഫ് സെക്രട്ടറിയാണ്. സാധാരണ ആഭ്യന്തര സെക്രട്ടറിയാണ് ചെയ്യാറുള്ളത്. പക്ഷേ പഴുതുകളെല്ലാം അടച്ച് നല്ല വളരെ വൃത്തിയായിട്ടും മനോഹരമായിട്ടും ഇദ്ദേഹമാണ് ഇതിനകത്ത് കയറിപ്പറ്റിയ. മറ്റൊന്നും കൊണ്ടല്ല, ഇതൊരു കീഴ്വഴക്കമായി മാറരുത് കേരളത്തിൽ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് സത്യത്തിൽ പണ്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നില്ല, അല്ലേ? ഇല്ല, DGP തന്നെയായിരുന്നു ക്രമസമാധാന ചുമതല. DGP ആയിരുന്നു. അത് IG കഴിഞ്ഞാൽ പിന്നെ ക്രമസമാധാനമുള്ള DGP എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റുള്ള DGP വല്ല ജയിലോ വേറെ ഇതൊക്കെ ആയിരിക്കും, ഫയർഫോഴ്സ് ഒക്കെ ആയിരിക്കും. സാധാരണ ക്രമസമാധാന ചുമതല DGP. ഈ ADGP-മാരെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ടാണ് ഇരുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നൊരു പദവി ഉണ്ടായിരുന്നു. പക്ഷേ ഈ DGP-മാർക്ക് നല്ല കഴിവും കാര്യപ്രാപ്തിയും തൻ്റെ ഇടവും ഉണ്ടായിരുന്നതുകൊണ്ട് അവർ തന്നെ ഇതിനകത്ത് നേരിട്ട് ഇടപെടുമായിരുന്നു. ഇവിടെ അജിത് കുമാർ ADGP ആയിരിക്കുന്ന സമയത്ത് അയാൾക്ക് കിട്ടിയ DGP-മാരെന്ന് പറഞ്ഞാൽ ഒന്ന് ലോകനാഥ് ബെഹ്റയായിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് അയാൾ ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് കിട്ടിയ DGP എന്ന് പറയുന്നത് ഈ ഷേഖ് ദർവേഷ് സാഹിബ്. ഈ സാഹിബിനെ കൊണ്ട് ഒന്നും നടക്കില്ല. സാഹിബിനെ ഇയാൾ വിരട്ടി അവിടെ ഇരുത്തിയിരിക്കുക. സാഹിബ് പാവം പിടിച്ചാൽ അപ്പുറത്ത് മാറി ഇങ്ങനെ ഇരിക്കുന്നു. അവിടെ വിരമിച്ചിട്ടും പിന്നെ അവിടെ ഇരുത്തുന്നു. ശല്യമൊന്നുമില്ല. ഇടയ്ക്ക് സർക്കാർ എന്തെങ്കിലും പറയും, അത് കേൾക്കും. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉത്തരവിറക്കും. പോലീസുകാർ യൂണിഫോം ധരിക്കേണ്ടത് ഇങ്ങനെ, കഞ്ഞി കുടിക്കേണ്ടത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു DGP ആയിരുന്നപ്പോഴല്ലേ പോലീസ് സ്റ്റേഷൻ നിറം മാറ്റിയത് ആണെന്ന് തോന്നുന്നു. അന്നേരമാണ് നവീകരണം നടന്നത്. ആ നവീകരണത്തിന്റെ പേരിലാണ് നല്ല പോലെ പൈസ അടിച്ചു മാറ്റി എന്നുള്ള ആരോപണം വന്ന് ആ ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥർക്ക് ഒന്നും പ്രമോഷൻ കൊടുത്തില്ല. അവരെ എല്ലാം ഒരു വഴി കൂടെ കൊണ്ടുപോയി. അതായത് പോലീസ് സ്റ്റേഷന്റെ നവീകരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് അഴിമതി നടന്നു. വലിയ അഴിമതിയാണ് അതിനകത്ത് നടന്നത്. അതുപോലെ ഈ CCTV ക്യാമറ ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടി LED വോൾ വെക്കാൻ കൊട്ടേഷൻ കൊടുത്തേച്ച് ആ കാശ് കൊടുത്തിട്ട് LED TV മേടിച്ച് വെച്ച LED വാളിന് പകരം 4 TV മേടിച്ച് അവിടോട്ട് വെച്ചു. എന്നിട്ട് ഇത് ചോദ്യം ചെയ്ത ഒരു DYSP, അയാൾക്ക് സത്യത്തിൽ അയാൾ SP റാങ്കിൽ പ്രൊമോഷനായി അയാൾ പിന്നെ IPS-ന് കൺഫർ ചെയ്യപ്പെടാൻ DYSP ആയിരുന്നു. അങ്ങനെ ഈ പണി ഇത് കാരണം അയാളെ ഒരു വഴിക്കാക്കി. ഇതിൻ്റെയൊക്കെ ഒരു പിന്നിൽ ഒരു വലിയ ഗ്യാങ് ഈ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനം കേന്ദ്രീകരിച്ച് തായ്ക്കണ്ടി കൊള്ള സംഘത്തിന്റെ ഓരോരോ ബ്രാഞ്ചുകളാണ്. അതല്ല അപ്പം തായ്ക്കണ്ടി കൊള്ള അപ്പൊ പോലീസിന് ഭരണം അന്ന് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ ആയിരുന്നാലും കമലയ്ക്കായിരുന്നു എന്ന് തോന്നുന്നു അതിന്റെ ചുമതല എന്നാണ് തോന്നുന്നത്. അപ്പൊ കമല ഡയറക്റ്റ് പിന്നെ ഉത്തരവിടുന്നതൊക്കെ ഈ പറയുന്ന വിധേയനായ അജിത്തിനോടാണ്. അപ്പൊ അതാണ് അജിത്ത് പറയുന്നത്, ഞാൻ അത് CM-നോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. താൻ അവിടെ ഇരുന്നാൽ മതി, ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും. ഞങ്ങളും ക്ലിഫ് ഹൗസിലുള്ള അടുക്കളയോടെ ചേർന്ന് തീരുമാനങ്ങൾ എടുത്ത് ഞങ്ങൾ നടപ്പിലായിക്കോളൂ. താൻ എവിടെയെങ്കിലും വായുംപൂട്ടി ഉണ്ടായിരുന്നുള്ളതാണ്. ആഭ്യന്തര സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് വിശ്വനാഥ് സിൻഹ ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. അത് കാരണം ഈ പറയുന്ന അജിത്ത് ഭീഷണിപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് അവിടെ സൗണ്ട് ഇല്ലാതായി. എല്ലാവരും ഫോൺ ചോർത്തലായിരുന്നല്ലോ ഇതിന്റെ പ്രധാന വിനോദം. ആരൊക്കെ ഫോൺ ചോർത്തിട്ടുണ്ടെന്നുള്ള ആർക്കറിയാം. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതാണ് നമ്മൾ ഈ പറയുന്ന ഒരു വിധിയുടെ വിളയാട്ടം. സലീം കുമാർ സിനിമയിൽ പറയുന്നല്ലോ, എല്ലാം വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്ന ഒരു വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നത് അതാണ്. ആ സമയത്താണ് ഇപ്പം എല്ലാം നേരെ കീഴ്മേൽ മറിഞ്ഞു. ഈ 10 കൊല്ലം വലിയ അടക്കി ഭരിച്ചിരുന്ന ആശാന്മാരെല്ലാം തകിടം മറിഞ്ഞ് ആരെയൊക്കെ ഇവർ ഒതുക്കിയോ അവരെല്ലാം തിരിച്ചു മേളി വരികയും. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതായിരുന്നു, P. വിജയനെ ഒതുക്കിയ
പിന്നെ അജിത് കുമാർ ഇന്നിപ്പോൾ അജിത് കുമാറിന് അതേ കേസിൽ പി വിജയൻ വന്നിരിക്കുന്നു. ശബരിമലയിൽ ഇയാൾ കാണിച്ച സകല തോന്നിയ ദിവസങ്ങൾക്ക് പരിഹാരമായി വീണ്ടും തിരിച്ച് പി വിജയനെ ചുമതല വരുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ എന്ത് പറ്റി, ഇത്തവണത്തെ ഈ അജിത് കുമാറിനെ പോലെയുള്ള ഒരുത്തനെ നടപടി സ്വീകരിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവർക്ക് നിയമോപദേശം കിട്ടുമ്പോൾ എന്താണ്, മൂന്ന് DYSPമാരും ഇവിടുത്തെ 2 ഗ്രേഡ് SIമാരും കൃത്യമായ ശക്തമായ തെളിവുകൾ നൽകുന്നു. ഈ തെളിവുകൾ നൽകുന്നു എന്ന് മാത്രമല്ല, ഇവരുടെ മൊഴികളെല്ലാം ഒന്നിൻ്റെ തുടർച്ചയാണ് മറ്റൊന്ന്, ഒരിടത്ത് ഒരു ബ്രേക്ക് ഇല്ല. മാത്രം ഡിജിറ്റൽ തെളിവുകളും ഇഷ്ടം പോലെ ഉണ്ട്. അവരെല്ലാം അതെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇയാളായതുകൊണ്ട് ഒരു കാലത്ത് തങ്ങൾ വല്ല കോടാലിയും വരണമെങ്കിലൊന്നും കരുതി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇയാൾ അയച്ച എല്ലാ മെസ്സേജും കാര്യങ്ങളും വാട്സപ്പും എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പ്രയോജനപ്പെട്ടെന്ന് മനസ്സിലായില്ലേ. ഈ നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം കക്കാൻ നിന്നാണ് പിണറായി വിജയനും അജിത്തിനും ഒക്കെ പറ്റിയ മിസ്റ്റേക്ക്. കാരണം ജീവിതാവസാനം വരെ പിണറായി വിജയൻ ആ കസേരയിലിരിക്കും. ആ കസേരയിലിരുന്നായിരിക്കും പിണറായി വിജയൻ അന്ത്യശ്വാസം വലിക്കുക. ആ കാലം വരെ ഞാനും ഈ കസേര തന്നെ ഇരിക്കും എന്ന് അജിത്ത് കരുതിയിരിക്കണം. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോലീസിലെ സർക്കാരിൻ്റെ വലിയ ഉപദേഷ്ടാവോ അല്ലെങ്കിൽ വലിയൊരു പദവി, കൊച്ചി മെട്രോയുടെ MD അങ്ങനെയൊക്കെയുള്ള പദവികൾ വാഗ്ദാനം ചെയ്തിരിക്കുമല്ലോ. അതെ, അത് മാത്രമല്ല, പിണറായി വിജയൻ ആ കസേര ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ഏത് വകുപ്പിൽ ഇരുന്നാലും ഞാനായിരിക്കും കേരളത്തിൽ പോലീസിനെ ഭരിക്കുന്നത്. അങ്ങനെയായിരുന്നു. കാരണം ഇയാളെ ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ആരോപണങ്ങൾ വരികയും ഇയാളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യേണ്ടി വരുമ്പോഴും ഇയാളെ വേറൊരു അപ്രധാന തസ്തികയെ കൊണ്ടിടുകയും ഇപ്പം എക്സൈസ് കമ്മീഷണറാക്കി കൊണ്ടുവയ്ക്കുമ്പോൾ പോലും ഇയാളെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് ഭയമായിരുന്നു. ഇയാളുടെ ചാരന്മാരായിരുന്നു എല്ലാ സ്ഥലത്തും. ചാരന്മാരാണല്ലോ, ഇപ്പോഴും ചാരന്മാരുണ്ടല്ലോ. ഏതായാലും നമ്മൾ ഇത് പിണറായിയുടെ കസേരയെക്കുറിച്ച് കസേര ജീവിതകാലം മുഴുവൻ കാണുമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അമേരിക്കയിൽ പോയപ്പോൾ ഈ പിണറായി വിജയനെ കൊണ്ടുവന്നിട്ട് ഒടിഞ്ഞ സ്റ്റീൽ കസേര ഇരുത്തിയ മലയാളി ഉണ്ടല്ലോ, അയാൾ ആരാണെന്ന് ആദ്യം അന്വേഷിക്കണം. കാരണം അയാളാണ് ഇതിന് തുടക്കം കുറിച്ചത്. സത്യം പറഞ്ഞ് പ്രതീകാത്മകമായി കൊണ്ടുവന്ന് ആ ഒടിഞ്ഞ ഇരുമ്പ് കസേരയിൽ ഇരുത്തി അതേ അവസ്ഥയിൽ ഇപ്പോൾ ഒടിഞ്ഞ കസേരയിൽ ഇരിക്കുകയാണ് പുള്ളി. നമ്മൾ പലപ്പോഴും ഓർക്കുന്ന ഇല്ല, പുലിവാൽ കല്യാണ സിനിമയിൽ ജഗതിയൊക്കെ വന്നിരിക്കുന്ന പോലെ ഇരിക്കുമല്ലോ ഈ ലാലു അലക്സ്. അയാളുടെ തുണി നഷ്ടമായിട്ട് വേറെ ഈ ടൈറ്റ് വേഷമൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ഇങ്ങനെ അമ്മി ഇരിക്കുന്നത് പോലെ ആ ഒരു ഇരിപ്പാണ് പിണറായി വിജയനെ കാണുമ്പോഴൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത്. ഏത് മഹാഭാവിയാണേലും ഇങ്ങനൊരു ആളോടൊന്നും ചെയ്യാൻ പാടില്ല. എന്തായാലും നമ്മൾ അയാളെ കണ്ടുപിടിക്കണം. അവിടുത്തെ മലയാളി സംഘടനകൾ ഈ മനുഷ്യനെ കണ്ടെത്തുകയും അയാളെ ഉചിതമായ രീതിയിൽ ആദരിക്കുകയും വേണം. എന്തായാലും ഈ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന, ഹോം സെക്രട്ടറി ആയിരുന്ന വിശ്വനാഥ് സിൻഹയെ വരെ വിരട്ടി വിരാജിച്ചിരുന്ന ആളാണ്. എന്തായാലും CMൻ്റെ മുകളിലല്ലല്ലോ താൻ എന്നൊരു സൂചനയായിരുന്നു അന്ന് ഈ അജിത്ത് ഇയാൾക്ക് നൽകിയിരുന്നത്. ഞാനെല്ലാം CMനോടാണ് പറഞ്ഞത്. എനിക്ക് ഡയറക്റ്റ് പിടി എനിക്കങ്ങ് നേരിട്ട് ഡൽഹിയിലാണ് പിടിയെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ ഒരു പിടി ഇയാൾക്ക് ഉണ്ടായിരുന്നു. ആ പിടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആ ആഭ്യന്തര സെക്രട്ടറിയെ ഇയാൾ ശകാരിച്ചത്. ഇപ്പോൾ ആ ആഭ്യന്തര സെക്രട്ടറി ചീഫ് സെക്രട്ടറിയായി. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ മുമ്പിൽ വന്ന ഫയല് നേരെ ചീഫ് സെക്രട്ടറിക്ക് വരുന്നത്. ചീഫ് സെക്രട്ടറി അത് വിശദമായിട്ട് പഠിച്ച് കൃത്യമായ തീരുമാനം എടുക്കുന്നു. അജിത് കുമാറിനെ സസ്പെൻഡ് തറയടിക്കുന്നു. അതെ, പക്ഷേ ഇനി ഒറ്റ കാര്യമുണ്ട്. ഇനി ഇപ്പോൾ അടുത്ത നീക്കം അജിത്തിൻ്റെ അറസ്റ്റിന് വേണ്ടിയാണ്. അജിത്തിനെ അറസ്റ്റ് ചെയ്യുക, പ്രതി ചേർക്കുക, അതിനുശേഷമാണല്ലോ അറസ്റ്റ്. അജിത്തിനെ ഈ കേസിൽ പ്രതി ചേർക്കണം എന്നുള്ളതാണ്. സർക്കാർ തെയ്യാറായില്ലെങ്കിൽ ആരെങ്കിലും കോടതി പോകും, അത്രേ ഉള്ളൂ. ഇയാൾ ഉപദ്രവിച്ചവരെ കൊണ്ട് കേരളത്തിൽ ഒരു രക്ഷയില്ല. കഴിഞ്ഞ ദിവസം ഇയാൾക്ക് അനുകൂല പോസ്റ്റ് ഇട്ട ഒരു ആളിനെ ഫേസ്ബുക്കിൽ താഴെ വന്നൊക്കെ തെറിയാണ്. അയാളെ മാതാപിതാക്കളെ അതെ തെറി വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഈ സംഘി ബന്ധം വെച്ചിട്ട് ഇട്ടതാണ്. കാരണം നമുക്കറിയാമല്ലോ, RSSും CPMും തമ്മിലുള്ള ആ ഒരു പാലം ആയിരുന്നു ഇദ്ദേഹം. ഇവരുടെ ആ ഒരു കൊടുക്കൽ വാങ്ങൽ ഒരു ധാരണയുടെ പുറത്താണല്ലോ തൃശ്ശൂർ സമ്മാനിച്ചു കൊടുത്തത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം BJPക്ക് സമ്മാനിച്ചത് ഈ ഒരു ധാരണയുടെ പുറത്ത്. ഇനി നാഗ്പൂരിലോട്ടൊന്നും പോകേണ്ടി വരില്ല, പരിപാടി കഴിഞ്ഞു.